ഒച്ചയൊക്കെ എടുക്കുന്ന നമ്മൾ ഫോണും കൊണ്ടുവരുമ്പോൾ അതൊക്കെ പോയി കേട്ടോ. ചേച്ചി തടവേണ, ചേട്ടാ തടവേണ. തുണി കണ്ട എന്തോരം തുണിയാന്ന് മടക്കട്ടെ. അവിടെ അഴഞ്ഞു ഒതുങ്ങിയിരുന്നോടാ, ഭീഷണിപ്പെടുത്തുന്നാടാ. അത് കണ്ട തുണികളൊക്കെ മടക്കി കിടക്കെ. അച്ഛൻ ഭീഷണിപ്പെടുത്തോ? നീ തടവിയില്ലെങ്കിൽ നീ ഭീഷണിപ്പെടുത്തോ നീ? ഇല്ലേ ഇല്ലേ, കൈ കൊണ്ട് കാണിക്കുന്ന ഇല്ല എന്ന്. ഇങ്ങോട്ട് നോക്കടേ, വെറുതെ ഒന്ന് വെച്ചെടുത്ത് നോക്കട്ടെ ഏട്ടാ, എൻ്റെ മോഹം മാറുന്ന കാണാമേ. ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്കേ. എന്താ ഭീഷണിപ്പെടുത്തുന്നേ? കണ്ടോ മോഹം കണ്ടോ? വെറുതെ കേട്ടോ, വഴക്കൊന്നും പറയാറില്ല കേട്ടോ, അവനറിയാം കളിയാണെന്ന്. അയച്ചു പോന്നെ അമ്മയുടെ പൊന്നെ, അമ്മയ്ക്ക് വയ്യേ നിന്നോട് അങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കാൻ മമ്മിക്ക് പറ്റൂലേ? മമ്മി മോഹം നോക്കാനല്ലേ, മോൻ്റെ മോഹം എങ്ങനെ, എക്സ്പ്രഷനൊക്കെ എങ്ങനെയെന്ന് നോക്കാനാണ്. പൊന്നു ഏച്ചി അടുപ്പത്തിരിപ്പുണ്ട് ചിക്കൻ, അവിടെ ഇരുന്നോ, ദേ വരണു, അവിടെ ഇരുന്നോട്ടെ. ആ അനുസരണയോടെ ഇരിക്കണേ, മമ്മി തുണി മടക്കുന്നവരെ അവിടെ ഇരുന്നോണേ. ഇങ്ങോട്ട് നോക്ക്, മുഖത്ത് നോക്ക്, ഇങ്ങോട്ട് നോക്കേ. ഹലോ, ഇങ്ങോട്ട് നോക്ക്. നല്ല അനുസരണയോടെ ഇരുന്നോണ്ടേ മമ്മയുടെ പൊന്ന്. ആ ഗുഡ് ബോയ്. നല്ല വണ്ണം ഇരുന്നോ കേട്ടോ. ആ സ്കൂബിയുടെ പല്ലവിടെ? എടേ പല്ല് മമ്മ നോക്കട്ടെ. സ്കൂബിയുടെ പല്ലൊക്കെ നോക്കട്ടെ, ആക്കട്ടെ. ആ കണ്ട് ചേച്ചിമാർ കണ്ട് ചിരിക്കണ, ചിരിച്ച് കാണിച്ചു കൊടുത്തേ. ആ ചിരിക്കുന്ന പല്ലവിടെ? പൊന്നിൻ്റെ കൈ അവിടെ? ചിക്കൻ കഴിച്ചോ? ചിരിച്ച് സ്മൈൽ ചിരിക്കണേ. ഇത് കണ്ടോ ചിരിക്കുന്നത്? കണ്ടോ? ചിക്കൻ കഴിച്ചു പൊന്ന്, ചിരിക്കുന്ന. ചിക്കൻ കഴിച്ചോ? ആഹാ, പുറത്തിറങ്ങണ്ട കേട്ടാ, കാറ്റ് വെള്ളം കൊണ്ട് പിന്നെയും അലർജി വരും നിനക്ക്. വെള്ളത്തിൽ പുറത്തെ ചീത്ത വെള്ളത്തിൽ ചവിട്ടി അലർജി വരുന്നവനാ ഭീഷണി രാമൻ. ഓച്ചേ ചിരിക്കണ്. ഇങ്ങനെയൊക്കെ പോകുന്ന ഇവൻ്റെ സന്ധ്യയ്ക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ വ്യൂവേഴ്സ് ഭയങ്കര കുറവാണ്. ലൈക്ക് ഷെയറും കമൻറ്റും ഹൈപ്പൊക്കെ ഒന്ന് ചെയ്യണേ ഫ്രണ്ട്സ്. അവൻ്റെ ചിക്കൻ കഴിക്കലൊക്കെ കഴിഞ്ഞു, അവൻ്റെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി മെഡിസിൻ കൊടുത്താൽ മതി. ഇപ്പോൾ ഫുഡ് കഴിച്ചല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് മെഡിസിൻ കൊടുക്കും. അടുത്തത് നമ്മുടെ പണി റൊട്ടി ഉണ്ടാക്കലാണ്. റൊട്ടിക്ക് ഇതേ പരത്തി വെച്ചിട്ടുണ്ട്. ഫുഡൊക്കെ കൊടുത്തു, അവന് ഇറച്ചിയൊക്കെ കൊടുത്തിട്ട് അവൻ ദേ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ അടുക്കള ഇരിക്കുന്നുള്ളതുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ നല്ലൊരു ഇരുണ്ട് വന്നൊരു കാറ്റൊക്കെ വന്നു കേട്ടോ. കാറ്റൊക്കെ വന്നെങ്കിൽ ആ കാറ്റ് വന്ന വഴി പോയി, ഭയങ്കര കാറ്റായിരുന്നു. കുറേയൊക്കെ എല്ലാ വീട്ടിലെ എല്ലാ ടെറസിൻ്റെ അവിടെ എല്ലാ പൂച്ചെടി ചെടികളും എല്ലാം പൊട്ടിച്ചിട്ട് പോയി. മഴയൊന്നും ഉണ്ടായില്ല, അതിനേക്കാൾ ഇരട്ടി ചൂട്. അപ്പോൾ റൊട്ടിക്ക് അടുക്കളയിൽ കയറി റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന തവ വച്ചിട്ടുണ്ട്. അപ്പം ഞാൻ റൊട്ടി ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഞങ്ങൾ ചുട്ടെടുക്കുന്നതാണ്. അത് ഇങ്ങനെയാണ് ചുട്ടെടുക്കുന്നത്. ഇതിൽ നിന്ന് ഇങ്ങനെ ചുട്ടെടുക്കും. ഇങ്ങനെയാണ് ഞങ്ങൾ എടുക്കുന്നത്. എന്നിട്ട് പിന്നെ അടുത്തതിട്ട് ഇതിൽ വേണമെങ്കിൽ നമുക്കിത് ചുട്ടെടുത്ത് കാസറോളി വെച്ചതിന് ശേഷം ഇച്ചിരി ബട്ടർ വേണമെന്നുള്ളവർക്ക് ബട്ടറൊക്കെ വേണമെന്നുള്ളവർക്ക് തൂക, അല്ല നെയ്യ് വേണമെന്നുള്ളവർക്ക് എണ്ണയല്ല കേട്ടോ. മാർവാടികളൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ്. ഇത് അടുപ്പിൽ വെക്കുമ്പോൾ അടുപ്പിൽ വെച്ചാണ് ചുട്ടെടുത്ത ഒന്നും കൂടെ ടേസ്റ്റായിരിക്കും. കണ്ടോ, നമുക്ക് കണ്ടോ, ചിലവരൊക്കെ അടുപ്പിലൊക്കെ ചുടുന്നതാണ് കേട്ടോ, ഒന്നും കൂടെ ടേസ്റ്റാണ്. ഗ്യാസിലൊക്കെ ആകുമ്പോൾ ഇത്തിരി പൊടികളൊക്കെ വീഴും. ചിലവർ പറയും ഹെൽത്തി ഇല്ല ഇതിങ്ങനെ ചുട്ടെടുക്കുമ്പോഴെന്നാൽ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ ക്രിയേറ്റിനും പിന്നെ ഷുഗറൊക്കെ പ്രഷറൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ചുട്ടെടുത്ത് എണ്ണയില്ലാതെ കഴിക്കാം. അത് ഞാൻ പറഞ്ഞ എണ്ണ വേണം എന്നുള്ളവർക്ക് ബട്ടറോ നെയ്യോ ചുട്ടെടുത്തതിന് ശേഷം സ്പൂണിൽ ഒന്ന് പുരട്ടി കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. പലരും പല വിധത്തിൽ ചുട്ടെടുക്കും കേട്ടോ. ഞാൻ ഇങ്ങനെ ഇതുപോലെ പൊടികളൊക്കെ വരും. ഇത് കണ്ടോ, ഇതൊക്കെ കഴിഞ്ഞ് തുടച്ചെടുക്കണം. അപ്പോൾ റൊട്ടി ഇതേ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് കണ്ടോ, റൊട്ടി ഉണ്ടാക്കി ഞാൻ ഈ തുണിയുടെ മുകളിലാണ് വെച്ചേക്കുന്നത്. ചിലപ്പോൾ അലുമിനിയം പേപ്പറിൽ വെക്കാറുണ്ട്. ഇതുകൊണ്ടെന്ന് വെച്ചു കറിയൊക്കെ ആയി. അപ്പോൾ ഇനി ഗ്യാസ് തുടക്കൽ, പാത്രം കഴുകൽ, അങ്ങനത്തെ ഒക്കെ പണിയാണ്. ഇപ്പം ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴേ തണുക്കണം. അപ്പോൾ തണുത്തിട്ട് ഞാൻ ഈ വാഷ് ചെയ്യലേ. അപ്പോഴത്തേക്കൊരു കാര്യം കാണിച്ചു തരാം.
ആഭരണം എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ സ്വർണ്ണമൊന്നുമല്ല കേട്ടോ. എന്നാലും അപ്പോൾ കാണിച്ചു തരാം എന്തൊക്കെ. നമ്മൾ നാപ്തോലിയിൽ നിന്ന് മേടിച്ചതാണേ, നാപ്തോലിയിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ്. മോളുടേതായിട്ടുള്ള കൂട്ടും. ഇപ്പം ഞാൻ അങ്ങനത്തെ ഷോക്കേസ് ഇട്ട് നമ്മൾ ഇവിടുത്തെ ഡ്രസ്സിൻ്റെ ടേബിളിലാണ് വെക്കുന്നത് കേട്ടോ. നാപ്തോലിയിൽ നിന്ന് മേടിച്ചാണ്. നമുക്ക് അന്ന് ഇഷ്ടപ്പെട്ട് കുറേ സാധനങ്ങൾ വാങ്ങി. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ കുറേ സാധനങ്ങൾ കേട്ടോ. അതൊക്കെ ഇങ്ങനെ വച്ചേക്കുന്നതാണ്, കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങളെ. ഞാൻ ഇടാറില്ല. എൻ്റെ ഹസ്ബൻഡ് ഈ താഴെ വെച്ച് നമ്മൾ മേടിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഒതുക്കി പിടിച്ച് വന്നപ്പോൾ മാലയും കുരുങ്ങി കിടക്കുന്നതായിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതിന് കമ്പങ്ങളായിരുന്നു, എനിക്ക് ഇടാൻ ഭയങ്കര കമ്പമായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ കമ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഇപ്പം അതിനുള്ള സമയവും ഇല്ല, അതാണ് നമുക്ക് ഒരുങ്ങി. നേരത്തെ ഇതൊക്കെ ഇട്ട് ഒരുങ്ങി പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാണിച്ചുതരാം. ഇതൊക്കെ ഒന്ന് പാക്കറ്റ് പോലും തുറന്നിട്ടില്ല കേട്ടോ. ഇതൊരു മാലയാണ്. പാക്കറ്റ് ഞാനിപ്പോൾ തുറന്നെടുത്ത ഇതിൻ്റെ ചുട്ടിയാണ്. പിന്നെ ഇതൊക്കെ ഇനി വയ്ക്കണം. ഞാനിപ്പോൾ നമ്മൾ താഴെ നിന്ന് സാധനങ്ങളൊക്കെ പറക്കിയപ്പോൾ ഒരിടത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കമ്മൽ സെറ്റാണ് വേണ്ട. ഇപ്പം നേരത്തെ ഇടുമായിരുന്നു, ഇനി ഇപ്പോൾ ഒന്നും ഇടുന്നില്ല. ഇടും ഞാൻ. നമ്മൾ ഇപ്പോൾ ഈ വീടൊക്കെ മുകളിലേക്ക് മാറി നമ്മൾ അതങ്ങനെ. ഇനി അടുത്തത് ഇതൊരു കമ്മൽ. ഇതിൻ്റെയും ഉണ്ട് കേട്ടോ, നെക്ലേസ് പോലെ. ഇതൊരു കമ്മൽ. നമുക്ക് സെപ്പറേറ്റ് ഈ കമ്മൽ വേറെ ആയിട്ട് ഇടാം, അല്ലാതെ ഇടാം. ഇത് ഒരു മാല. ഇത് കണ്ടോ മാല. ഇതിൻ്റെ അകത്ത് കമ്മലും ഉണ്ട്. കമ്മൽ ഇരിപ്പുണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ കമ്മലും ഇത് മാലയാണ്. അതിൻ്റെ അകത്തുനിന്നൊക്കെ കവറിൽ തന്നെ ഞാൻ വച്ചേക്കണം, പൊട്ടിച്ചിട്ടില്ല. കാണിച്ചു തരാം ഓരോന്നോരോന്ന്. അടുത്തത് ഒരു മാല. ഇതിൻ്റെ തന്നെ കമ്മലും ഉണ്ട് കേട്ടോ. അത് കമ്മൽ കിടക്കുന്നുണ്ടോ. ഒരു മാലയും കമ്മലുമാണ്. ഇത് കാണിച്ചു തരാം, എടുക്കണമില്ല. ഇത് കണ്ടോ, ഇതൊരു മാല, ഇതിൻ്റെ അകത്തുള്ള കമ്മൽ കണ്ടില്ലേ. ഇനി അടുത്തത് കാണിച്ചു തരാം. ഇതൊരു കമ്മലാണ് കേട്ടോ. ഇതും ഒരു കമ്മലാണ്. ഇതിൻ്റെ സെറ്റ് ഞാൻ കാണിച്ചു തരാം. സെറ്റ് വേറെയാണ് കേട്ടോ. ഇത് ഒരു കമ്മലാണ്. ഒരു കമ്മൽ മാലയും ചുട്ടിയാണ് അതൊന്ന് തോന്നുന്നു. ഇത് ഒരു കമ്മൽ കാണണം. ഏതാനും കിടപ്പുണ്ട് ഒരു കമ്മൽ. ഇത് കമ്മലാണ് കേട്ടോ. ഇതിൻ്റെ വേറെ ഇതിൻ്റെ വേറെ ഉണ്ട്, കാണിച്ചു. ഇതും ഒരു കേട്ടോ. ഇത് കമ്മലും ഒരു മാലയാണ്. ഇതും ഒരു മാലയാണ്. ഇതിൻ്റെ കമ്മൽ കാണിച്ചില്ല. ഇത് രണ്ട് കമ്മലും ഇതിൻ്റെ സെറ്റ് മാലയാണ്. ഉണ്ട്. അല്ല ഇത് ഒരു മാലയും രണ്ട് സെറ്റ് കമ്മലുമാണ്. അടുത്തത് ഇത് കണ്ടോ. ഇതും ഒരു നെക്ലേസും ഒരു മാലയാണ്. അപ്പോൾ കമ്മലാണ്. ഇതിൻ്റെ കമ്മൽ കാണിച്ചു തരാം. ഇവിടെ കിടപ്പുണ്ട്. ഞാൻ തുറന്നു പോലും എടുത്തിട്ടില്ല കേട്ടോ, ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കമ്മലാണ്. അതിൻ്റെ കമ്മലൊക്കെയാണ്. ഇത് ഒരു ജോഡി കമ്മലാണ്. ഇത് കണ്ടല്ലോ. ഇനി കാണിച്ചു തരാമേ. ഇനി അടുത്തത് ഇത് രണ്ടോ മാലയാണ്. ഇതിൻ്റെ തന്നെ കമ്മലുമുണ്ട്, മാലയാണ്. നേരത്തെയൊക്കെ ഞാൻ ഇത് ഇടുമായിരുന്നു, പിന്നെ ഇടുന്നില്ല. ഇതിൻ്റെ അകത്ത് തന്നെ വെച്ച് അത് ഞാൻ പെട്ടി ഇതുപോലത്തെ ബോക്സിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും ഇത് കണ്ടോ, ഒരു നെക്ലേസ് കമ്മൽ. ഇത് നാപ്തോലിയിൽ നിന്ന് നമ്മൾ മേടിച്ചതാണ്. ഇതും ഒരു നെക്ലേസും കമ്മൽ കണ്ടോ. എത്ര എണ്ണമെന്ന് നിങ്ങൾ കണ്ടോടെ.
പിന്നെ ഇതും ഒരു നെക്ലേസ് കമ്മൽ കണ്ടോ. നേരത്തെയൊക്കെ ചീസാണ് കേട്ടോ. ഇതും ഒരു നെക്ലേസ് കമ്മൽ. ഇങ്ങനെ കണ്ടല്ലോ ഫ്രണ്ട്സ്. ഞാൻ തറയിലൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് തറയിൽ വെക്കുന്നത്. കണ്ടോ കണ്ടോ. പൊന്നു ഇത് ആരുടെയാണ്? ഇതൊക്കെ മമ്മിയുടെ ആണോ? ഇതൊക്കെ മമ്മിയുടെ ആണോ പൊന്നു? ഇതൊക്കെ മമ്മിയുടെ ആണോ? പറ. കണ്ടോ ഇതിൻ്റെ കമ്മലുകളെ. ഇതെല്ലാം ഒന്ന് ഒതുക്കി ഒരു ബോക്സിലൊക്കെ ആക്കി വെക്കണം കേട്ടോ. ഇതിൻ്റെയാണ് കണ്ടോ. നിങ്ങൾ കണ്ടല്ലോ ഫ്രണ്ട്സ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചാണ്. ഇതൊരു കമ്മലാണ്. അപ്പോൾ നേരത്തെ എന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ ഇടുവായിരുന്നു. അപ്പോൾ ഇപ്പം ഇടാറില്ല കേട്ടോ. അതാണ് ഇതിങ്ങനെ കുറച്ച് നാളായിട്ട് മോളിൽ കയറി വന്നപ്പോൾ ഇങ്ങനത്തെ പോയി ഇതൊക്കെ ഇടുമായിരുന്നു. പിന്നെ മോളിൽ കയറി വന്നപ്പോൾ നമ്മൾ ഇതൊന്നും ഇടാതായി. കണ്ടില്ല. ഇതൊക്കെയാണ് ഞാൻ അപ്തോലിയിൽ നിന്ന് കുറേ ശേഖരിച്ച് ഇങ്ങനെ വച്ചിട്ടുണ്ടായി. ഇപ്പോൾ മോളുടെ അവിടെ ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ കാണിച്ചില്ലേ, കുറേ ശേഖരിച്ച് വെച്ചത്. ഇതൊരു മാല പൊട്ടിപ്പോയി. അപ്പോൾ അതിൻ്റെ മുത്ത് ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായി. അത് ശരിയാക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പണ്ടിടുന്ന കണ്ടോ. ഇതൊക്കെ കണ്ടല്ലേ നിങ്ങൾ? എത്ര എണ്ണമാണെന്ന് കണ്ടില്ലേ? ഇത് പണ്ടിടുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്നൊക്കെ മേടിച്ച് ഇതിൻ്റെ കമ്മലാണ്. ഇത് കണ്ടോ. ഇതൊക്കെയാണ് കണ്ടില്ലേ. ഇതാ നത്തോലിയിൽ നിന്ന് അന്ന് വെറുതെ കാശ് മുടക്കി മേടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അത് പൊട്ടിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. പൊട്ടിച്ചിട്ട് പോലുമില്ല. അത് ഓർണമെൻറ്റ്സ് നല്ല ഇമിറ്റേഷൻ. അതൊരു ഭംഗി തോന്നിയിട്ട് മേടിച്ചു. ഇടുമ്പോൾ ഭംഗിയുണ്ടെന്ന് വിചാരിച്ചു ഒരെണ്ണം മേടിച്ചപ്പോൾ അങ്ങനെ മേടിച്ചതൊക്കെയാണ്. ഇതൊക്കെ അന്നത്തെയൊക്കെ ഒരു ഇതാണ്. വളയൊക്കെ അന്ന് പണ്ടൊക്കെ എന്നാണ് ഞാൻ താഴെ വീട്ടിൽ വെച്ചൊക്കെ ഇടുന്ന വളയും കാര്യങ്ങളൊക്കെയാണ്. കമ്മലുകളും ഒക്കെയാണ്. അതുപോലത്തെ മാലകളും ഒക്കെയാണ് കേട്ടോ. അപ്പം മാലകളും കമ്മൽ ഇതിൻ്റെ ഒരൊറ്റ കാണാനൊന്നും ഇല്ല ചിലതൊന്നും. അപ്പം ഇതൊക്കെ നേരത്തെയൊക്കെ ഇടുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ ഇടാറില്ല. ഇതൊക്കെ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഉണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നതല്ല, ഇനിയും കുറേ ഉണ്ട്. അതൊക്കെ ഇനി ഓരോരോ പെട്ടികളിലൊക്കെ ആയിട്ട് കിടക്കുന്നു. അതൊക്കെ നമ്മൾ സ്വർണ്ണം ഇടേണ്ട സമയം സ്വർണ്ണം ഇടും. എന്നും സ്വർണ്ണം ഇടും. കാരണം ഇത് എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇതൊക്കെ ഒരു മാല, ഇതുപോലത്തെ മാലയൊക്കെ ഇട്ട് അതൊക്കെ പൊട്ടിപ്പോയി കേട്ടോ. ഇതൊക്കെ നല്ല ചുട്ടിയും മാലകളും ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ശേഖരണം. ഞാൻ ശേഖരിച്ച് വെച്ചത് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ അകത്തൊരു മാല ഉണ്ട്. ഇതൊരു മാലയാണ് കേട്ടോ. ഇതിങ്ങനെ ശേഖരിച്ച് വെച്ചതൊന്നും നിങ്ങളെ ഞാൻ കാണിച്ചൊന്നുമില്ല കേട്ടോ. വേറെ ഒന്നുമില്ല. ഇതിൻ്റെ അകത്താക്കി ഞാൻ അങ്ങോട്ട് വച്ചിട്ട് ഇങ്ങനെ ഒരു രസം വീഡിയോയിലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക്. അപ്പോൾ കണ്ടല്ലോ. സ്വർണ്ണമൊന്നുമല്ല കേട്ടോ. നാപ്തോലിയിൽ നിന്ന് മേടിച്ചതാണ്. ഇടണം ഇതൊക്കെ. കുറേയൊക്കെ ഇട്ട് പെട്ടാൽ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ കേട്ടോ. ഈ വീഡിയോയിൽ കൂടെ ഞാൻ മോനെ ദേ അവിടെ കിടക്കുന്നു കണ്ടോ. മോൻ്റെ വീഡിയോയിൽ കൂടെ ഇതൊക്കെ അത് കാണിച്ചു തന്നേ ഉള്ളൂ. മാല ഇതാണ് കേട്ടോ. എപ്പോഴും ഞാൻ ഇടുന്നതും പിടിക്കുന്നതൊക്കെ ഈ മാലയാണ്.
എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടുന്ന മാല ഇതാണ്. അപ്പോൾ ചെറുതാക്കാം വലുതുമാക്കാം എന്നാക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ട മാല. പിന്നെ കമ്മലുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന മാല ഇതാണ്. ഇതിൻ്റെ കുറച്ചൊക്കെ പൊട്ടിപ്പോയിട്ട് ഞാൻ പിന്നെയും ഒരു കുട്ടിയുടെ കൊടുത്ത് ഇത് നല്ല ഭംഗിയായിട്ട് ചെയ്ത് ഇതൊക്കെ പിടിപ്പിച്ചു കേട്ടോ. ഇതൊക്കെ പിടിപ്പിച്ചതാണ് പുതിയതായിട്ട്. ഇതിൻ്റെ മുത്തൊക്കെ പോയിട്ട് അങ്ങനെ. വെള്ളയോട് കറുപ്പോടൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ മേടിച്ച് അങ്ങനെ വെച്ചതായിട്ടോ. വെള്ളയോട് കറുപ്പോടൊക്കെ ഞാൻ ഒരു ലൈവിലിരുന്നപ്പോൾ വെള്ള കമ്മലൊക്കെ ഇടാറുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിരിക്കും തോന്നുന്നു. ഈ വെള്ള ഇങ്ങനത്തെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മാലകളാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ചില സാരിയുടെ കൂടെയോ ചുരിദാറിൻ്റെ കൂടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യണേ, ഹൈപ്പൊക്കെ ചെയ്യണേ. വീഡിയോയുടെ കൂടെ കാണിച്ചതല്ലോ. ഇതൊക്കെ എടുത്ത് വെക്കണം. ബട്ടൺസുകളാണ്. ഇതൊരു പാക്കറ്റ് ബട്ടൺസ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയാൽ ഈ ബട്ടൺസ് ഉപയോഗിക്കാം. ഏതെങ്കിലും ബട്ടൺസുകൾ അതിൻ്റെ ബാക്കിലുണ്ട്. എന്നിരുന്നാലും പോയാൽ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയുള്ളതാണ്. ഇതൊരു പണ്ടത്തെ മേക്കപ്പ് ബോക്സാണ് കേട്ടോ എൻ്റെ. അപ്പോൾ അതിൽ ഞാൻ എല്ലാം കൂടെ ഇങ്ങനെ വച്ചെന്നേ ഉള്ളൂ. ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ങ്ങളൊക്കെ നോക്കി മോൻ ഇങ്ങനെ കിടക്കണം കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. കണ്ടില്ലേ? പക്ഷേ നമ്മുടെ സായങ്കാലം മോൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു കുറച്ച് വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നാണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ മോൻ്റെത് മാത്രം ഇപ്പം അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ആകുമ്പോഴല്ലേ കുറച്ചും കൂടെ എൻ്റേതായിട്ടുള്ള വിശേഷങ്ങൾ ചെയ്യുമ്പോഴേ നമുക്ക് ആ മിനിറ്റുകൾ കുറച്ച് ടൈം എടുക്കണമല്ലോ. പെട്ടെന്ന് 2-3 മിനിറ്റ് കൊണ്ട് ലോങ് വീഡിയോ കഴിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുക്കളയൊക്കെ തുടച്ചിട്ട് വരട്ടെ. അടുക്കള തണുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് കാണിച്ചത്. ഇനി അടുക്കളയൊക്കെ തുടച്ചിട്ട് വന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി ഇനി അടുക്കളയൊക്കെ തുടച്ച് വെള്ളമൊക്കെ ബോട്ടിലൊക്കെ കഴുകി എക്കോ കാണിക്കുന്ന വെള്ളമൊക്കെ എടുത്ത് വച്ചിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള പണികൾ ഒക്കെ. പിന്നെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഞാൻ എല്ലാ മതത്തിനെയും വിശ്വസിക്കുന്നതാണ് കേട്ടോ. ഞാനൊരു ഹിന്ദു ആണെങ്കിൽ ഞാൻ എല്ലാ മതത്തിനെയും വിശ്വസിക്കുന്നതാണ്. എൻ്റെ പൂജാ റൂമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാമല്ലോ, കൽക്കട്ടയിലാണ് മദർ ഹൗസ്. അപ്പോൾ ഞങ്ങൾ മോളുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് 25 ഡിസംബറിലല്ലേ. അപ്പോൾ ഞങ്ങൾ എല്ലാ 25 ഡിസംബറിലും ഗുരുവായൂരുടെ ഒരു കുഞ്ഞു ക്ഷേത്രമുണ്ട്. അവിടെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയിൽ മദർ ഹൗസ് കയറി നമ്മൾ ലിപ്രസി പേഷ്യൻറ്റിന് വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വരുമായിരുന്നു. അപ്പോൾ അന്നേരം അവിടെയുള്ള കുറച്ച് മലയാളി ഫാദറിനെയും മലയാളി സിസ്റ്റേഴ്സിനെയൊക്കെ നമുക്കറിയാം. അങ്ങനെ ഞങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു ഫാദർ തന്നാണ്. ഇത് വെഞ്ചരിച്ചാണ് ഇത് ജീസസിൻ്റെ ഈ ഫോട്ടോ. അപ്പോൾ കുറച്ച് വർഷമായി, അതുകൊണ്ട് ഇത് ഇത്തിരി ചൂട് കൊണ്ടിട്ട് ഇങ്ങനെ ആയതാണ്. എന്നാലും ഞങ്ങളത് മെയിൻറ്റെയിൻസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതും എനിക്കൊരു സിസ്റ്റർ തന്നതാണ്, മദറിൻ്റെയും മേരി മാതാവിൻ്റെയും ജീസസിൻ്റെയും. അപ്പോൾ അത് ഞാൻ എൻ്റെ റൂമിലാണ് വച്ചിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞിരുന്നാൽ മേരി മാതാവിൻ്റെ ഇപ്പം ഞാൻ 2 മാസത്തിന് മുമ്പ് പോയില്ലേ നാട്ടിൽ. അപ്പം എൻ്റെ മനസ്സിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീലാങ്കി അണിഞ്ഞ മേരി മാതാവിനെ എനിക്ക് ഒരു രൂപം കൊണ്ടുവരണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തത് എൻ്റെ ഫ്രണ്ടുമാണ്, എന്നൊരു ചേച്ചിയാണ് കേട്ടോ. ആ ചേച്ചി വരാൻ നേരത്ത് അവരുടെ വീട്ടിൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, മരം. അതിൽ നല്ല മാങ്ങയാണ്. അതൊരു 4 മാങ്ങയും എന്നോട് പറഞ്ഞു, ഇത് ചിത്രയ്ക്കൊരു ഗിഫ്റ്റ്, ഇപ്പം തുറക്കല്ലേ, അവിടെ പൊട്ടിക്കാതെ ഇത് കൊണ്ടുപോകണമെന്ന്. അപ്പം ഞാനിത് പൊട്ടിക്കാതെ തന്ന പാക്കറ്റോടെ തന്നെ ഇപ്പം ഈ കഴിഞ്ഞ മാസം പോയപ്പോൾ ഞാൻ കൊണ്ടുവന്നു. തുറന്ന് നോക്കിയപ്പോൾ മേരി മാതാവിൻ്റെ ഇതുപോലെ നീലാങ്കി അണിഞ്ഞ. അപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ മനസ്സിൽ ഞാൻ മാതാവിൻ്റെ ഒരു രൂപം കൊണ്ടുവരണം എന്ന് ഓർത്തപ്പോൾ ആ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നു. അപ്പോൾ ആ ചേച്ചി ക്രിസ്ത്യൻസാണ്. ഞാനൊരു ഹിന്ദു ആണെങ്കിൽ എല്ലാ മതത്തിനെയും ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് അതുകൊണ്ട് നമ്മുടെ നാട് മതേതര രാഷ്ട്രമാണെന്നാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഈ കഴിഞ്ഞ മാസം മേസ്ത്രി, നമ്മുടെ തടിമേസ്ത്രിയുടെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു തടിമേസ്ത്രി ഇവിടെ വന്നപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചടിച്ച് ഞാൻ വെച്ചിട്ട് മെഴുകുതിരിയൊക്കെ കത്തിക്കും. ഇനി ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്യണം.
ഇനി നല്ലൊരു മെഴുകുതിരിയും കാര്യങ്ങളും. ഇപ്പോൾ അയാൾ വരുമ്പോൾ അയാൾ പറഞ്ഞു ഇതൊക്കെ പ്ലൈവുഡ് അടിച്ച് തരാം, പെയിൻ്റൊക്കെ ചെയ്ത് തരാമെന്ന്. അപ്പോൾ തൽക്കാലത്തേക്ക് മാതാവിനെ ഇരുത്താൻ വേണ്ടി ഞാൻ ഇത് ചെയ്തു. അപ്പോൾ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചത് ആ ചേച്ചി തന്നതാണല്ലോ എന്നാണ്. നമ്മൾ മേടിച്ചതല്ല, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചത് ആ ചേച്ചി തന്നു. മാതാവ് ഏതായാലും എൻ്റെ ഭവനത്തിൽ എഴുന്നള്ളി വന്നു എന്ന് എൻ്റെ മനസ്സൊന്ന് തോന്നി. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാം. പിന്നെ ഞാൻ പൂജ ചെയ്യുമെങ്കിലും ഞാൻ ചൊവ്വാഴ്ച അന്തോണീസ് പുണ്യാളച്ചൻ്റെ നൊവേനയും വ്യാഴാഴ്ച യുദാസയുടെ നൊവേനയും ഓൺലൈൻ വഴി ചെയ്യാറുണ്ട്. പിന്നെ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാൻ അന്തോണീസ് പുണ്യാളച്ചൻ്റെ പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ച് നൊവേനയും കൂടിയിട്ടൊക്കെ വന്ന കേട്ടോ. അപ്പം അങ്ങനെ എല്ലാ മതത്തിനെയും വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. എല്ലാവരായിട്ടും ഞാൻ കൂട്ടുണ്ട്. അപ്പം അങ്ങനെ കൂട്ടിൽ എനിക്കൊരു ചേച്ചി തന്നതാണ് ഗിഫ്റ്റ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, മാതാവിനെ പ്രാർത്ഥിക്കുമ്പോൾ ആ ചേച്ചിയുടെ കുടുംബത്തിന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് തന്ന ചേച്ചി, ഗിഫ്റ്റ് തന്ന ചേച്ചി. അങ്ങനെ അത് നിങ്ങളായിട്ട് ഞാനൊന്ന് അത് എന്താ പറയുന്നത്, അത് ഷെയർ ചെയ്യുക, പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അല്ലേ. നമ്മൾ മേടിക്കുന്നതിനെക്കാട്ടി ഒരാൾ ഗിഫ്റ്റ് തരുന്നതല്ലേ, അത് നമ്മൾ മനസ്സിൽ ആലോചിച്ച ഒരു സാധനം മേടിക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവരെങ്ങനെ അറിഞ്ഞോന്ന് അത് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെ ആ ചേച്ചിക്ക് മനസ്സിലായെന്ന് അതാ പറയുന്ന ദൈവമെന്ന് അല്ലേ, ദൈവത്തിൻ്റെ ആ ഒരു ശക്തി. അങ്ങനെ എനിക്ക് ഈ കഴിഞ്ഞ മാസം പോയപ്പോൾ എനിക്ക് തന്നതായിട്ടോ ആ ചേച്ചി ഗിഫ്റ്റ്. അപ്പോൾ ഇതോടെ നമ്മുടെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇനി കൂടുതലാവുന്നതിന് മുമ്പ്, കൂടുതലായിക്കഴിഞ്ഞാലും ടൈം കൂടുതലായാലും പ്രശ്നമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട. അപ്പം ഞാൻ എൻ്റെ വിളിഞ്ഞു നോക്കുന്ന എൻ്റെ പൊന്നിൻ്റെ എവിടെ ഇങ്ങോട്ട് വന്നേ, ചേച്ചിമാർക്കൊരു ഹായ് പറഞ്ഞു. ബാ പൊന്നോ, അച്ഛൻ്റെ കൂടെ പുറത്ത് പോകുന്ന അവിടെ വെള്ളം ഉണ്ടാവും കേട്ടോ. തിരിച്ചു വരട്ടെ, എന്നിട്ടൊരു ഹൈ ഒക്കെ തന്നിട്ട് വീഡിയോ ഫ്രണ്ട്സ്. നമുക്ക് നമ്മുടെ ജീസസിനെ കുറിച്ച് ഒരു 2 ലൈൻ കുറച്ചറിയാം. എനിക്ക് എല്ലാ സോങ്സും അറിയാം, പ്രാർത്ഥനകളും അറിയാം. അപ്പോൾ ഞാൻ ഒരു 4 ലൈൻ പാടാം കേട്ടോ, എല്ലാവർക്കും വേണ്ടി. എല്ലാ ജീസസിൻ്റെ ഞാൻ പഠിച്ചത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ നൊവേനയ്ക്ക് ഞാൻ 5-6 വർഷമായിട്ടൊക്കെ ഇരിക്കുന്നതാണ്, ഓൺലൈൻ വഴിയും അവിടെ വരുമ്പോൾ. അപ്പം അങ്ങനെ പഠിച്ചതാണ്. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തു തൂർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു, നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതോടെ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ആക്കുന്നു. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും എൻ്റെ സോങ്ങൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പം ഞാൻ വേറെ സോങ്ങൊക്കെ ആയിട്ട് വരും കേട്ടോ.